കഴിഞ്ഞ ദിവസം കൃത്യം ഒരു മണി 1:30 മണിയാവാൻ സമയത്ത് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല മോനെ, വണ്ടിയൊന്നും കിട്ടാനില്ല, ഓട്ടോറിക്ഷ ഒന്നും കിട്ടാനില്ല, ഒന്ന് ആംബുലൻസും കൊണ്ട് വരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ വരുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് അവരെ വീട്ടിൽ എത്തി. വീടെത്താൻ സമയത്ത് ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. ലൊക്കേഷൻ ആ ടാറ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാണിക്കില്ല. പിന്നെ ചേച്ചീനെ വിളിച്ച് കറക്റ്റ് ആ പറഞ്ഞു തന്ന വഴിയിലൂടെയൊക്കെ കയറിപ്പോയി ആ അമ്മേനെ എടുത്ത് ഓക്സിജൻ കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളടുത്തുള്ള അൽനിയതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ആ അമ്മേനെ രക്ഷപ്പെടുത്താൻ പറ്റി. ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അത്രയ്ക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണത് എനിക്ക് ആംബുലൻസ് ഓടിക്കുമ്പോഴാണ്. പറയാതിരിക്കാൻ വയ്യ. ഇനി ഏത് പാതിരാത്രിയായാലും എപ്പോഴായാലും ആര് വിളിച്ചാലും ഞാൻ ഒറ്റ ഇതിൽ എണീക്കണത് തന്നെ സത്യം പറഞ്ഞാൽ മൈൻഡ് വിട്ട് ഞാൻ ഉറങ്ങിയിട്ട് തന്നെ കാലങ്ങളായി. എപ്പോഴാണ് കോൾ വരണത്, ആരാണ് വിളിക്കണത് ഒന്നും അറിഞ്ഞൂടാ. എമർജൻസി ഏത് സമയത്ത് വിളിച്ചാലും ആ സമയത്ത് തന്നെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് ഞാൻ ഉറങ്ങണത്. എനിക്ക് അതിലുപരി എൻ്റെ വണ്ടിയോടാണ് നന്ദി പറയണം. നാളെ ഇതുവരെയ്ക്കായിട്ട് ഏകദേശം ഒരു 6-7 വർഷമാവാറായി. ഇന്നത് വരെ പേഷ്യൻറ്റിനെയും വെച്ച് എൻ്റെ വണ്ടി എവിടെയും കിടന്നിട്ടില്ല, വഴിയിൽ എവിടെയും കിടന്നിട്ടില്ല. ഇനി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഒരു ആക്സിഡൻറ്റ് പോലും എന്നെ ആക്കിയിട്ടില്ല. എന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാറാണുള്ളത്, എന്നെയും ആ പേഷ്യൻറ്റെയും. ഞാൻ അത്രമാത്രം എൻ്റെ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് എവിടെ നിന്ന് ആർക്ക് എന്തിനു വന്നാലും ശരി, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒന്നും നോക്കണ്ട, എനിക്ക് ഉറപ്പായിട്ടും നമ്മളെ വിളിക്കാം. ഞാനല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഏകദേശം ഒരു 10-200 ആംബുലൻസോളം ഉണ്ട് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മൾ ഈ നമ്പറിൽ വിളിക്കാം, നമ്മൾ അപ്പം തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരും. പൈസ ഇല്ലാത്തതും പൈസ ഉള്ളതും ഒന്നും നോക്കണ്ട, നമ്മൾ ഓടി വന്ന് നിങ്ങളടുത്ത് നമ്മൾ കാണും. അപ്പോൾ പിന്നെ എങ്ങനെ ഗൈസ്, ഇഷ്ടപ്പെട്ട ഒരു ഫോളോ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക. പിന്നെന്താ, വീണ്ടും കാണാം. ബൈ.